ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേവിഡ് റിവ്യൂസ്. അപ്പോൾ നമ്മൾ കാത്തിരുന്നൊരു പടം, നമ്മൾ സൂര്യയുടെ ഏറ്റവും നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു പടമാണ് കാർത്തിക് സുബ്രാജിൻ്റെ റെട്രോയും ലോകേഷ് കനകരാജിൻ്റെ റോളക്സ്. എപ്പോൾ വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നത് റോളക്സ് ഒക്കെ ഉണ്ടാവില്ലെന്നൊരു ഒരു പിടിയില്ല. പക്ഷേ കാർത്തിക് സുബ്രാജിൻ്റെ ഒരു ഹൈപ്പ് പടമാണ്. ഫാൻ ബോയ് സംഭവമായിരിക്കാം, അറിയില്ല. അപ്പോൾ ആ പടത്തിൻ്റെ ഒരു ടീസർ ഇതാ നമ്മുടെ യൂട്യൂബ് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടു നോക്കാം, എന്തായിരിക്കും പരിപാടിയെന്ന്. 2D എന്റർടൈൻമെന്റ്, സൂര്യ, പൂജ ഹെഗ്ഡെ. സംഭവം മറ്റേ ലുക്കല്ലായിരുന്നോ? അപ്പോൾ ഇത് പഴയ കാലമാണോ എന്നൊരു സംശയമുണ്ട്. പഴയ കാലമാണോ ഇനി പുതിയ കാലമാണോ എന്ന് അറിഞ്ഞൂടാ, നോക്കി നോക്കാം. പക്ഷേ ഇത് ലുക്കുണ്ട് കേട്ടോ. പഴയ മറ്റേ രക്തചരിത്രം എന്നും പറഞ്ഞൊരു പടമുണ്ട് സൂര്യയുടെ. ആ ഒരു ലുക്ക് എത്ര വർഷം കഴിഞ്ഞെന്ന് അറിയാമോ? ആ പടം കഴിഞ്ഞിട്ട് തന്നെ ഏതാണ്ട് ഒരു 7-8 വർഷം ആയെന്ന് തോന്നുന്നു. ലുക്ക് ഇപ്പോഴും അമ്മാ ஜார்ஜ் அடிதடி கட்ட பஞ்சாயத்து தக்கலாரி ரவுடித்தனும் எல்லாத்தையும் நொடியோட விட்டுடுதேன். ஓ சிரிக்க சந்தோஷமா இருக்க முயற்சி பண்ணுதேன். ஜெயராமல்லையா மின்னி போயது? என் பொறுப்புக்கான பர்பஸ் உன் பாஷையில சொல்லணும்னா என் தம்மம். இனி காதல், பரிசுத்த காதல். லுக்கடா எന്റെ அம்மு. அது மட்டும்தான் கட் அண்ட் ரைட்டா சொல்லிக்கிடுதேன். இப்ப நீ சொல்லு, கல்யாணம் பண்ணிக்கலாமாடி? ஓ സെറ്റ് റെട്രോ ഓ എന്റെ മോനെ. കാർത്തിക് സുബ്രാജ് പടം ലവ് ലോഫ്റ്റർ വാർ. അത് താഴെ എഴുതിയിരിക്കുകയാണ് കേട്ടോ. മെയ് 1-ാം തീയതിയാണ് കേട്ടോ റിലീസ് പറഞ്ഞത്. അപ്പം ടീസർ കാത്തിരുന്ന പോലെ തന്നെ സെറ്റ് സാധനം കേട്ടോ. സെറ്റ് സാധനം, കിട്ടില്ല സാധനം. പക്ഷേ മാസമായിട്ടുള്ള സാധനം ഒന്നും കാണിച്ചിട്ടില്ല. എല്ലാവരും ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ പടപടപടാന്ന് കാണിച്ചിട്ട് പോണ ഒരു 3-4 സീനുണ്ട്. ഇത് സംഭവം മറ്റേ ഇതാണ്, പണ്ട് കലിപ്പനായിരുന്നു, അതിനുശേഷം സ്നേഹം മതി എന്നുള്ള സെറ്റപ്പിൽ ആശ ഒതുങ്ങിയതാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വരും. നമ്മളെ വിജയുടെ ഒരു പടം ഉണ്ടല്ലോ, തെറി, അതുപോലത്തെ എന്തെങ്കിലും പരിപാടിയാണെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ ബാക്കിലോട്ട് കയറി പറഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പടത്തിന് കട്ട വെയിറ്റിംഗ് ആണ്. മെയ് 1-ാം തീയതിയാണ്, മെയ് ദിനം, അതും അവധി ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വിളയാട്ടം തന്നെയായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണം. കാർത്തിക് സുബ്രാജിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. പുള്ളിയുടെ പടം വേറെ റേഞ്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസമുണ്ട്. സ്റ്റോറിയും പുള്ളിയാണെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും പടം വന്നിട്ട് ബാക്കി നോക്കാം. ടീസർ എന്തായാലും കലക്കിയിട്ടുണ്ട്, പൊള്ളിച്ചടിക്കിയിട്ടുണ്ട്. നല്ലൊരു കളർഫുൾ ടീസർ.